നാട്ടില് നല്ല ചൂടാണല്ലേ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കൊടൈക്കനാലിലെ പൂണ്ടി വരെ ചെന്നാലോ? പൂണ്ടിയിൽ ചെന്നാൽ എവിടെ താമസിക്കും? അതിനുള്ള സൊല്യൂഷനാണ് ഫെയറിലാൻഡ് റിസോർട്ട്. പൂണ്ടിയുടെ ഗ്രാമക്കാഴ്ചകളും കണ്ട് അതിമനോഹരമായ വ്യൂവോടുകൂടി ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണിത്. ആളിന്റെ എണ്ണം അനുസരിച്ച് 3 തരം കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 3 കോട്ടേജുകളുള്ള മിസ്റ്റി വുഡ്. 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ കപ്പിൾസിനോ സ്യൂട്ടബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി. ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി 5 മെമ്പേഴ്സ് ആണ്. റൂമിനകത്ത് ഒരു കിങ് സൈസ് ബെഡും ഒരു ക്യൂൻ സൈസ് ബെഡുമാണ് ഉള്ളത്. TV, അറ്റാച്ച്ഡ് ബാത്റൂം, മറ്റ് എസെൻഷ്യലുകളും ഇതിനകത്ത് ലഭ്യമാണ്. ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് 6 പേരടങ്ങുന്ന ഫാമിലിക്കോ ഫ്രണ്ട്സിനോ താമസിക്കാൻ പറ്റിയ ദി മിസ്റ്റി മെഡോസ്. 2 കോട്ടേജുകളാണ് മിസ്റ്റി മെഡോസിലുള്ളത്. ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി 7 മെമ്പേഴ്സ് ആണ്. മിസ്റ്റി വുഡും മിസ്റ്റി മെഡോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം റൂംസ് നല്ല സ്പേഷ്യസ് ആണ്. മാത്രമല്ല 2 കിങ് സൈസ്ഡ് ബെഡും ഒരു എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സ്പേസും സോഫ സെറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ള് വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയോട് കൂടിയ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂംസ് ആണ്. ഔട്ടർ വില്ലേജുകളിലൊക്കെ ഇത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. കോട്ടേജിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. കൊടൈക്കനാലിൽ വരുമ്പോൾ ഇതുപോലെ ഔട്ടർ വില്ലേജുകളിലേക്ക് വന്ന് സ്റ്റേ ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കൊടൈക്കനാലിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എ ഫ്രെയിം ആണ് നമ്മൾ ഈ കാണുന്നത്. റസ്റ്റിക് നെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ എ ഫ്രെയിമിൽ മാക്സിമം 15 പേർക്ക് വരെ താമസിക്കാൻ സാധിക്കും. ഇവരുടെ പാക്കേജിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ്. റേറ്റ് മറ്റ് ഡീറ്റെയിൽസിനായി കമന്റ് ചെയ്യുക.